UDF ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയായി. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ആവേശത്തോടെ എല്ലാ പ്രവർത്തകരും UDF നേതാക്കളും ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗത്താണ്. വളരെ ആവേശകരമായ നിലയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. UDF തിരിച്ചു വരണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതാക്കളും പ്രവർത്തകരും ഒരേപോലെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വർദ്ധിതമായ ആവേശത്തോടെ എല്ലാ പ്രവർത്തകരും രംഗത്ത് ഇന്നിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, നമ്മുടെ പാർട്ടി ധാരാളം നേതാക്കന്മാരുണ്ട്, സീറ്റിന് അർഹരായിട്ടുള്ളവർ ധാരാളം ആളുകളുണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ, ഞങ്ങൾ മത്സരിക്കുന്ന 90-92 സീറ്റിൽ മാത്രമാണ്. അർഹതപ്പെട്ട ധാരാളം ആളുകളുണ്ട്. സ്വാഭാവികമായും സീറ്റ് ആഗ്രഹിക്കുന്ന പലർക്കും നിരാശ ഉണ്ടാകും. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരെ ഈ നിലയിലേക്കൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഈ പാർട്ടിയാണ്. അപ്പോൾ പാർട്ടിയുടെ ഒരു നിർണായക ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അവർ പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടവരാണ്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് സീറ്റ് കിട്ടും, കിട്ടാതിരിക്കും, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സീറ്റ് കൊടുക്കാനും കഴിയില്ല. കുറച്ച് പേർക്ക് സീറ്റ് കിട്ടും, കുറച്ച് പേർക്ക് സീറ്റ് കിട്ടാതിരിക്കും. ഏതായാലും ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് പലർക്കും ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ വേണ്ട പരിഗണന നൽകും, സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്കോ സീറ്റുകളിലേക്കൊക്കെ വന്നില്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ അവരെ എല്ലാം ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് സാധിക്കും. പാർട്ടി അത്രയും വലിയൊരു കരുത്തുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ആരും പാർട്ടി വിടേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ നേതാക്കന്മാരൊന്നും വലുതായിട്ട് പോകുന്ന എനിക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. ആരും അങ്ങനെ പോകുന്നില്ല. ആരെങ്കിലും പോകുന്നെങ്കിൽ പിന്നെ അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരും. കാരണം പാർട്ടി വിട്ടുപോയ ആർക്കും ഇത്തവണ CPM സീറ്റ് കൊടുത്തില്ലല്ലോ. പാർട്ടി വിട്ടുപോയ ആളുകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുത്ത CPM ഇത്തവണ ആർക്കും പാർട്ടി സീറ്റ് കൊടുത്തില്ലല്ലോ. അതൊക്കെ എല്ലാവരുടെയും മുമ്പിൽ അനുഭവപാഠം ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടി വിട്ടുപോകുന്നവർ പിന്നീട് അനുഭവിക്കേണ്ടി വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സീറ്റിന് അർഹരായ നിരവധി ആളുകൾ പാർട്ടിയിലുണ്ടെന്നും സീറ്റ് ആഗ്രഹിച്ച പലർക്കും നിരാശ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയാണ് എല്ലാവരെയും വളർത്തിയതെന്നും നിർണായക ഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. ഇത്തവണ UDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും തുടർന്ന് ആവശ്യമായ പരിഗണന എല്ലാവർക്കും നൽകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ ആൻഡ് പട്ടാമ്പി.